ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുന്നിലെ ക്ലാസ്സിലായിട്ട് നമ്മൾ 3 ക്ലാസ്സിൽ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് പോയിട്ട് കാണാം. അതിനുശേഷം മാത്രം ഇത് കാണുക. അതുപോലെ തന്നെ ഇത് സെക്കൻഡ് മൊഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം ഇത് കാണുക. കാരണം അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇത് വരുന്നത്. എനിവേ, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള എൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കമൻസ് ഒക്കെ പറയാനുണ്ട്, മനസ്സിലാവുന്നുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് പറയാം. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനൊക്കെ ഉണ്ടെങ്കിൽ. എനിവേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൊക്യൂർമെൻറ്റ് പറഞ്ഞു, ജോബ് പറഞ്ഞു, ജോബ് അനാലിസിസ് പറഞ്ഞു, പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സ് പറഞ്ഞു, ജോബ് അനാലിസിസ് പ്രോസസ്സ് പറഞ്ഞു, ജോബ് ഡിസ്ക്രിപ്ഷൻ, കണ്ടന്റ് ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ, കണ്ടന്റ് ഓഫ് ജോബ് സ്പെസിഫിക്കേഷൻ, യൂസ് ഓഫ് ജോബ് അനാലിസിസ്, ജോബ് ഡിസൈന്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ജോബ് ഡിസൈൻ എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് കാണണം. അതിനുശേഷം മാത്രം ഇത് കാണാം. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് മെത്തേഡ്സ് ഓഫ് ജോബ് ഡിസൈൻ ആണ്. അതിലൊരുപാട് പോയിന്റ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് വരുന്നതാണ് ജോബ് റൊട്ടേഷൻ. ജോബ് റൊട്ടേഷൻ സിംപ്ലി മീൻസ് ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ വിത്തൗട്ട് എനി ചേഞ്ചസ് ഇൻ ദി നേച്ചർ ഓഫ് ദി ജോബ്. അതായത് ജോബിൻ്റെ സ്വഭാവം ഒന്നും മാറാതെ തന്നെ, അതായത് ജോബിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും മാറാണ്ട് തന്നെ ഒരു എംപ്ലോയിനെ ആ ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ജോബ് സിംപ്ലിഫിക്കേഷൻ. എ ഗിവൺ ജോബ് ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻ സ്മോൾ സബ് പാർട്സ് ആൻഡ് ഈച്ച് പാർട്ടി ഈസ് അസൈൻഡ് ടു ഈച്ച് ഇൻഡിവിജ്വൽ. അതായത് മേ ബി അതൊരു വലിയ ജോലിയായിരിക്കാം. ആ ഒരു വലിയ ജോലിനെ നമ്മൾ ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ പാർട്സും മേ ബി അതൊരു ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വലിന് അത് അസൈൻ ചെയ്ത് കൊടുക്കും. അതിനാണ് എന്ത് പറയുന്നത്, ജോബ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് കുറച്ചും കൂടെ ഈസി ആവുകയും ചെയ്യും, അത് വേഗം കംപ്ലീറ്റ് ആവുകയും ചെയ്യാം. അതാണ് ജോബ് സിംപ്ലിഫിക്കേഷൻ്റെ ഒരു മെറിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ജോബ് എൻലാർജ്മെൻറ്റ്. ജോബ് എൻലാർജ്മെൻറ്റ് മീൻസ് മോർ ടാസ്ക് ഓർ ഡ്യൂട്ടീസ് ആർ ആഡഡ് ഇൻ എ ജോബ് ഫോർ വൈഡനിങ് ദി സ്കോപ്പ് ഓഫ് ദി ജോബ്. അതായത് ഒരു ജോലിയുടെ സ്കോപ്പ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ജോലിയിൽ മോർ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആഡ് ചെയ്യുന്നതിനാണ് എന്താ പറയുക, ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് പറയുന്നത്. ലാർജ്മെൻറ്റ് അത് കുറച്ചും കൂടെ ഒന്ന് വർദ്ധിപ്പിക്കുക, ലാർജ് അങ്ങനത്തെ ഒരു അതൊന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ. നെക്സ്റ്റ് പറയുന്നതാണ് ജോബ് എൻറിച്ച്മെൻറ്റ്. എ ജോബ് ഈസ് ഡിസൈൻഡ് ഇൻ സച്ച് വേ ദാറ്റ് it provides the worker greater freedom for planning and controlling his performance. Such a practice is known as job enrichment. അതായത് ഒരു ജോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്, വർക്കർക്ക് കൂടുതൽ ഫ്രീഡം നൽകിക്കൊണ്ട് കൺട്രോൾ ചെയ്യാനും പ്ലാനിങ്ങിലും കൂടുതൽ ഫ്രീഡം അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ജോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതാണ് ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ. അതാകുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ടും കുറച്ചും കൂടെ റെസ്പോൺസിബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. മേ ബി അവർ കുറച്ചും കൂടെ മോട്ടിവേറ്റഡ് ആകും. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഫീച്ചേഴ്സ് ഓഫ് ജോബ് എൻറിച്ച്മെൻറ്റ്. ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ആബ്സെൻറ്റീസം, ലേബർ ടേൺ ഓവർ എക്സെട്ര. അതായത് ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ കൊഴിഞ്ഞു പോക്ക്. അതായത് അവർക്ക് ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ഫ്രീഡം കൊടുക്കുന്നതുകൊണ്ട് തന്നെ എംപ്ലോയീസ് അവിടെ എന്തായിരിക്കും, ഫ്രീ ആയിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ ഒരു മൈൻഡിനനുസരിച്ച് വർക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ എന്താ പറയുക, ലേബർ ടേൺ ഓവർ ഒന്നും ഉണ്ടായിരിക്കില്ല. അതായത് ആ ഒരു ഓർഗനൈസേഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഓഫീസിലേക്ക് അവർക്ക് വരാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ല. സോ അവർ വർക്ക് ചെയ്യും. നെക്സ്റ്റ് പറയുന്നതാണ് ഇറ്റ് ഹെൽപ്സ് ടു മീറ്റ് സെർട്ടൈൻ സൈക്കോളജിക്കൽ നീഡ്സ് ഓഫ് ജോബ് ഹോൾഡേഴ്സ്. അതായത് ജോബ് ഹോൾഡേഴ്സിൻ്റെ ചില സൈക്കോളജിക്കൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ മോർ ഓട്ടോണമി ഈസ് പ്രൊവൈഡഡ് ടു വർക്കേഴ്സ് ഫോർ പെർഫോമിങ് ദി ജോബ്. അതായത് ജോബ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കേഴ്സിന് ഒരുപാട് മോർ ഓട്ടോണമി പ്രൊവൈഡ് ചെയ്യും. ജോബ് എൻറിച്ച്മെൻറ്റ് ആഡ് സ്റ്റാറ്റസ് വൺസ് ജോബ്. അതായത് ഒരു വ്യക്തിയുടെ ജോബിൽ സ്റ്റാറ്റസ് ആഡ് ചെയ്യും ജോബ് എൻറിച്ച്മെൻറ്റ്. അതായത് കുറച്ചും കൂടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ നമുക്കൊരു ഇതൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ. പിന്നെ ഇറ്റ് ഹെൽപ്സ് ദി ഓർഗനൈസേഷൻ ടു ബിക്കം മോർ എഫക്റ്റീവ് ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷന് കുറച്ചും കൂടെ എഫക്റ്റീവ് ഓർഗനൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം എംപ്ലോയീസ് അവിടെ കുറച്ചും കൂടെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാനൊക്കെ അവർ റെഡി ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓർഗനൈസേഷൻ എന്താകും, എഫക്റ്റീവ് ആകും. അതാണ് അത് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് എൻറിച്ച്മെൻറ്റ് ആൻഡ് ജോബ് എൻലാർജ്മെൻറ്റ്. നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഫീച്ചേഴ്സ് മേ ബി 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ജോബ് എൻലാർജ്മെൻറ്റും ജോബ് എൻറിച്ച്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻറ്റ്. ജോബ് എൻറിച്ച്മെൻറ്റ് എന്താ നമ്മൾ പറഞ്ഞു, ആ ജോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വർക്കേഴ്സിന് മോർ ഫ്രീഡം കൊടുക്കുക എന്നുള്ള ആ ഒരു ഇതിലാണ്, കൺട്രോളിങ്ങിലും പ്ലാനിങ്ങിലും വർക്ക് ചെയ്യാനൊക്കെ. പിന്നെ ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആ ജോബിൻ്റെ സ്കോപ്പ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മോർ ഡ്യൂട്ടീസും ടാസ്കുകളൊക്കെ ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതിനെയാണ് ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ്. ജോബ് എൻലാർജ്മെൻറ്റ് ഈസ് പ്രോസസ് ഓഫ് ഇൻക്രീസിങ് ദി സ്കോപ്പ് ഓഫ് എ ജോബ്. ജോബ് എൻറിച്ച്മെൻറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് പ്രൊവൈഡിങ് ഫ്രീഡം ടു വർക്കേഴ്സ് ഫോർ പെർഫോമിങ് എ ജോബ്. നെക്സ്റ്റ് പറയുന്നതാണ് ജോബ് എൻലാർജ്മെൻറ്റ് ഇൻവോൾവ്സ് എ ഹൊറിസോണ്ടൽ ലീഡിങ് ഓഫ് ദി ജോബ്. ജോബ് എൻറിച്ച്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് വെർട്ടിക്കൽ ലീഡിങ് ഓഫ് ദി ജോബ്. ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് എന്താ, ഹൊറിസോണ്ടൽ ലോഡിംഗ് ആണ്. ജോബ് എൻറിച്ച്മെൻറ്റ് വെർട്ടിക്കൽ ലോഡിംഗ് ആണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് in job enlargement, employees are given more work at the same level of responsibility. Under job enrichment, employees get greater freedom and responsibility for performing the job. Next, job enlargement usually resisted by employees. Job enlargement the employees നന്നായിട്ട് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്.
ജോബ് എൻറിച്ച്മെൻറ്റ് മെ നോട്ട് ബി റെസിസ്റ്റഡ് ബൈ എംപ്ലോയീസ്. അവർ റെസിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ജോബ് എൻലാർജ്മെൻറ്റിൽ അവർ ഒന്നും കൂടെ പ്രഷറാകും, വർക്ക് ചെയ്യുക അങ്ങനത്തെ ഒരു ഇതാകും വരിക. ജോബ് എൻറിച്ച്മെൻറ്റിൽ അങ്ങനെയില്ല, അവർ കുറച്ചും കൂടെ ഫ്രീ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ നെക്സ്റ്റ്, ജോബ് എൻലാർജ്മെൻറ്റ് ഡസ് നോട്ട് ആഡ് സ്റ്റാറ്റസ് ടു വൺസ് ജോബ്, ജോബ് എൻറിച്ച്മെൻറ്റ് ആഡ് സ്റ്റാറ്റസ് ടു വൺസ് ജോബ്. അതാണ് അതിൽ പറയുന്നത്. അങ്ങനെ നമ്മൾ ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞുള്ള ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് മാൻ പവർ പ്ലാനിങ് ഓർ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഈ ജോബ് അനാലിസിസ് മേ ബി 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാം കേട്ടോ. അതായത് കംപ്ലീറ്റ് അതിൻ്റെ ഫീച്ചേഴ്സ്, ഈ പറഞ്ഞ സംഗതികളൊക്കെ, മെത്തേഡ്സ് അതൊക്കെ പറഞ്ഞിട്ട് 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. സോറി, ജോബ് ഡിസൈൻ അല്ലേ നമ്മൾ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് മാൻ പവർ പ്ലാനിങ് ഓർ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. മാൻ പവർ പ്ലാനിങ് ഈസ് ദി സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ ദി പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സ്. അതിന് മുന്നേ മാൻ പവർ പ്ലാനിങ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള എംപ്ലോയീസിനെയാണ് എന്ത് പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. അവരെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്ലാനിങ്, അവരെ റിക്രൂട്ട് ചെയ്യാൻ, സെലക്ട് ചെയ്യാൻ, അവർക്ക് കൊടുക്കേണ്ട മോട്ടിവേഷൻ, അങ്ങനെയുള്ള ആ ഒരു മൊത്തത്തിലുള്ളതിനെയാണ് എന്ത് പറയാം, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. അങ്ങനെ കംപ്ലീറ്റ് അങ്ങ് പറയാം. എനിവേ നമുക്ക് നോക്കാം. മാൻ പവർ പ്ലാനിങ് ഈസ് ദി സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ ദി പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്. മാൻ പവർ ഓർ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഡിറ്റർമിനേഷൻ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് പേഴ്സണൽ റിക്വയർഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അതായത് ക്വാണ്ടിറ്റിയാണ്, അതായത് എത്ര എണ്ണമാണ് അവിടെ, അല്ലാണ്ട് അവരുടെ ക്വാളിറ്റി അല്ല, അല്ല ക്വാളിഫിക്കേഷൻ അല്ല. ക്വാളിഫിക്കേഷൻ നമ്മൾ ജോബ് അനാലിസിസിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോബ് അനാലിസിസ്, ജോബ് സ്പെസിഫിക്കേഷനിലൊക്കെ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് പേഴ്സണൽ റിക്വയർഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ എത്ര എണ്ണം എംപ്ലോയീസ് വേണം, ആ ഒരു പ്രോസസ്സുമായിട്ട് കൺസേൺ ചെയ്തിട്ടുള്ളതാണ് എന്ത് പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അല്ലെങ്കിൽ മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക. ഓക്കെ, manpower planning is the process of determining manpower requirements and the means for meeting these requirements in order to carry out the integrated plan of the organization. പിന്നെ നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ്, അതായത് ഇപ്പോൾ എൻ്റെ ഓർഗനൈസേഷൻ, ഞാനൊരു ഓർഗനൈസേഷൻ്റെ ഓണറാണ് അല്ലെങ്കിൽ മാനേജർ, എന്തോ ഒന്നാണ്. അവിടെ ഞാനൊരു 10 എംപ്ലോയീസിനെ എനിക്ക് ഇനിയും വേണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ്, അവരുടെ കൊണ്ടുള്ള ഇമ്പോർട്ടൻസ്, അതാണ് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ പോയിൻറ്റ്സ് നോക്കാം. എക്സ്പാൻഷൻ ഓഫ് പ്ലാന്റ്. വിത്ത് ദ എക്സ്പാൻഷൻ ഓഫ് പ്ലാന്റ് ദർ ഈസ് ദ നീഡ് ടു റിക്രൂട്ട് മോർ നമ്പർ ഓഫ് എംപ്ലോയീസ്. അതായത് ഓർഗനൈസേഷൻ നമ്മൾ ഒന്നും കൂടെ വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റീസും അതിൽ നടക്കുന്ന ഡീലിങ്സൊക്കെ ഒന്നും കൂടെ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഓഫ് കോഴ്സ് കുറച്ചധികം എംപ്ലോയീസിന് വേണ്ടി വരും. അതാണ് എന്ത് പറയുന്നത്, എക്സ്പാൻഷൻ ഓഫ് പ്ലാന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഞാൻ 10 പേരാണ് എൻ്റെ ഓർഗനൈസേഷനിലുള്ളത്, ഒരു ചെറിയൊരു ഓർഗനൈസേഷൻ. അത് ഞാൻ മാറ്റി അത്യാവശ്യം വലിയൊരു ഓഫീസ് സെറ്റപ്പും കുറച്ചധികം സിസ്റ്റം ഉള്ളതും അങ്ങ് വെച്ചു, ഒന്ന് ശരിയാക്കി കുറച്ചധികം ഡീലിങ്സും ബിസിനസ് ട്രാൻസാക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് ഈ 10 എംപ്ലോയീസിനെ വെച്ചിട്ട് എനിക്ക് ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല, കാരണം എന്താ, എൻ്റെ ഓർഗനൈസേഷൻ വലുതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എംപ്ലോയീസിന് ആവശ്യമാണ്. അതാണ് എക്സ്പാൻഷൻ ഓഫ് പ്ലാന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ റിട്ടയർമെൻറ്റ് വേക്കൻസീസ് എന്ന് പറയുമ്പോൾ ദർ ആർ റിട്ടയർമെൻറ്റ്, ഡെത്ത്, അബ്സെൻറ്റീസം എക്സെട്ര ഓഫ് എംപ്ലോയീസ് ഇൻ ആൻ എൻ്റർപ്രൈസസ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലെ എംപ്ലോയീസിൽ അവർ മരിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ അവർ റിട്ടയർമെൻറ്റ് ആവുകയോ അങ്ങനെ വരാൻ പറ്റാത്ത സിറ്റുവേഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ്, വേക്കൻസീസ് വരികയാണ്. അപ്പോൾ ആ വേക്കൻസീസ് ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്ക് അവിടെ എന്താവശ്യമാണ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആവശ്യമാണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് റിഡക്ഷൻ ഇൻ ലേബർ ടേൺ ഓവർ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഉപകാരപ്പെടും. അതായത് നമ്മളിപ്പോൾ റിക്രൂട്ട് ചെയ്തു, സെലക്ട് ചെയ്തു എംപ്ലോയീസിനെ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തു, അപ്പോൾ നമ്മൾ പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പോൾ നമുക്കിവിടെ എംപ്ലോയീസിന് ആവശ്യമില്ല, പക്ഷേ നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്, ഇവിടെ വേക്കൻസീസ് വരുമ്പോൾ നമുക്ക് വിളിക്കാം. അപ്പോൾ ഇവിടെ ഒരു എംപ്ലോയി അവരുടെ ഒരു പേഴ്സണൽ സിറ്റുവേഷൻ കാരണം അവർക്ക് വരാതിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിട്ടുള്ള വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ഓരോരുത്തരെയായിട്ട് നമുക്ക് വിളിച്ച് ഈ വേക്കൻസി അങ്ങ് ഫില്ല് ചെയ്യാം. അതാണ് എന്ത് പറയുന്നത്, റിഡക്ഷൻ ഇൻ ലേബർ ടേൺ ഓവർ. അപ്പോൾ നമുക്ക് ആ വേക്കൻസി അവിടെ എംപ്ലോയി ഇല്ല എന്നുള്ളതിനെ കൊണ്ട് അവിടെ എന്തായി കിടക്കുന്നില്ല, പാഴായി കിടക്കുന്നില്ല. അവിടെ ഓൾറെഡി അവിടെ നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ഒരാളെ നമ്മളവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതാണ് റിഡക്ഷൻ ഇൻ ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. പിന്നെ റിഡക്ഷൻ ഇൻ ലേബർ കോസ്റ്റ്. ഈച്ച് ഫേം വാണ്ട്സ് ടു സെൽ ഇറ്റ്സ് ഗുഡ്സ് അറ്റ് ദി ലാർജസ്റ്റ് ക്വാണ്ടിറ്റി. ദ റെഡ്യൂസ് ദ പ്രൈസ് ബൈ റെഡ്യൂസിങ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. പിന്നെ നെക്സ്റ്റ് നോക്കുന്നതാണ് ദ മെയിൻറ്റെയിൻ good and effective employee-employer relationship. An effective manpower planning helps to develop a good employee-employer relationship. അതായത്
എംപ്ലോയിയും എംപ്ലോയറും തമ്മിൽ, അതായത് തൊഴിലാളിയും തൊഴിൽ കൊടുക്കുന്ന ആളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ഹെൽത്തി റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ടു ഇൻട്രൊഡ്യൂസ് ഫ്രഷ് ബ്ലഡ് ഇൻ ദി ഓർഗനൈസേഷൻ, അതായത് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഓർഗനൈസേഷനിൽ 10 എംപ്ലോയീസ് ഉണ്ട്. അപ്പോൾ എനിക്കിനി പുതിയ എംപ്ലോയീസിനെ ഞാൻ റിക്രൂട്ട് ചെയ്യണം. അപ്പോൾ ഈ 10 എംപ്ലോയീസ് മേ ബി അവർ കുറച്ച് പ്രായം കൂടിയവരായിരിക്കാം, കാരണം കുറേ കാലമായിട്ട് അവർ വർക്ക് ചെയ്യുന്നവരാണ്. മേ ബി അവർക്ക് ടെക്നോളജിക്കലി വലിയ നോളജ് ഒന്നും ഉണ്ടായിരിക്കണമെന്നില്ല, പ്രായമായ ആളുകളല്ലേ. അപ്പോൾ പുതിയ ജനറേഷനെ ഞാൻ അവിടെ റിക്രൂട്ട് ചെയ്ത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫ്രഷ് ബ്ലഡാണ് വരുന്നത്, കാരണം ടെക്നോളജിക്കലി നോളജ് ഉള്ള ആളുകളാണ് വരുന്നത്. അതാണ് ഇൻട്രൊഡ്യൂസ് ഫ്രഷ് ബ്ലഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ടു ഡിറ്റർമൈൻ ഷോർട്ടേജ് ഓർ സർപ്ലസ് സ്റ്റാഫ്, അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ സർപ്ലസ് ആണോ ഷോർട്ടേജ് ആണോ, അതായത് എംപ്ലോയീസ് കുറവാണോ കൂടുതലാണോ, നമ്മളെ വർക്ക് ചെയ്യാൻ വീട്ടിലെ എംപ്ലോയീസിൻ്റെ എണ്ണം കുറവാണോ കൂടുതലാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Manpower planning is required to assess the whether there is surplus or shortage of personnel in the organization. ഈ പേഴ്സണൽ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? എംപ്ലോയി നാട്ടോ അവിടെ മീനിങ് വരുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഇനി നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് നോക്കാം. ഇതൊക്കെ ജസ്റ്റ് വായിച്ച് വിടാനേ ഉള്ളൂ, ഞാൻ അതാട്ടോ പെട്ടെന്ന് എടുത്ത് നോക്കുന്നത്. കാരണം ഞാൻ വായിക്കും മലയാളം പറയുന്നതുകൊണ്ട് ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ല, നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്: അക്യുറേറ്റ് അസസ്മെൻറ്റ് ഓഫ് മാൻ പവർ റിക്വയർമെൻറ്റ്, എക്സ്പാൻഷൻ ഓഫ് ബിസിനസ് ഓർ അഡോപ്ഷൻ ഓഫ് ന്യൂ ടെക്നോളജി റിക്വയർസ് റിക്രൂട്ട്മെൻറ്റ് ഓഫ് ന്യൂ പേഴ്സണൽ ഇൻസൈഡ് ലൈക്ക് റിട്ടയർമെൻറ്റ്, ലേബർ ടേൺ ഓർ എക്സെട്ര ഓൾസ് ഇൻഡ്യൂസ് ടു റിക്രൂട്ട് ന്യൂ പേഴ്സൺസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്. ഒരു ഓർഗനൈസേഷൻ എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓഫ് കോഴ്സ് എന്തിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും? കൂടുതൽ എംപ്ലോയീസിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ലേബർ ടേൺ ഓവർ, റിട്ടയർമെൻറ്റ്, ഡെത്ത് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നടന്നാലും നമുക്ക് അവിടെ മാൻ പവർ റിക്വയർമെൻറ്റ്സ് വരും. നെക്സ്റ്റ് പറയുന്നതാണ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എൻഷ്യൂർ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഫോർ അച്ചീവിങ് ദി ഗോൾ ഓഫ് ദി ഓർഗനൈസേഷൻ. അതായത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എൻഷ്യൂർ ഉറപ്പ് വരുത്തുന്നുണ്ട് അവിടെയുള്ള എംപ്ലോയീസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ട്? ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളതൊക്കെ മെയിൻ പോയിൻറ്റ്സ്, അല്ലെങ്കിൽ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള വാക്കുകൾ, വേർഡ്സ്, ലൈനൊക്കെയാണ്. അപ്പോൾ നിങ്ങളും അതുപോലെയൊക്കെ ചെയ്താൽ മേ ബി നിങ്ങൾക്ക് കിട്ടുമായിരിക്കും, അറിയില്ല. നെക്സ്റ്റ് ഇൻവെൻറ്ററി ഓഫ് പേഴ്സണൽ. ഇൻവെൻറ്ററിങ് ഓഫ് പേഴ്സണൽ ഈസ് കൺസേൺഡ് വിത്ത് കീപ്പിംഗ് വർക്കിംഗ് ഡീറ്റെയിൽസ് ഓഫ് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്. ദ റെക്കോർഡ് ഷോ ദർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ട്രെയിനിങ്, പ്രൊഫഷണൽ സ്കില്ല്, പ്രൊഫിഷ്യൻസി ഓഫ് ജോബ് എക്സെട്ര. അതായത് ഇൻവെൻറ്ററിങ് ഓഫ് പേഴ്സണൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വർക്കേഴ്സിൻ്റെ അവിടെയുള്ള എക്സിസ്റ്റിംഗ് എംപ്ലോയീസിൻ്റെ വർക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അവർ ചെയ്യുന്ന വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യുന്ന ഒരു റെക്കോർഡ്, അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻവെൻറ്ററിങ് ഓഫ് പേഴ്സണൽ എന്ന് പറയുന്നത്. ദിസ് റെക്കോർഡ് ഷോർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ട്രെയിനിങ്, പ്രൊഫഷണൽ സ്കില്ല്, അതൊക്കെയാണ് അതിൽ ഓൾറെഡി ഉണ്ടാവുക. അതായത് വർക്കിംഗ് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ അഭി എന്ന് പറഞ്ഞ ഒരാൾ ഈ വർക്കാണ് ചെയ്യുന്നത്, അവരുടെ ക്വാളിഫിക്കേഷൻ ഇതാണ്, അവർക്ക് ഇത്ര തരം ഈ സ്കില്ലുണ്ട്. ഈ സ്കില്ല് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ഇയാൾ ഇതിലെ ലീഡറാണ്, ഇയാൾക്ക് ലീഡർഷിപ്പ് സ്കില്ലുണ്ട്, ഇയാളുടെ ക്വാളിഫിക്കേഷൻ ഇതാണ് ഒക്കെ പറഞ്ഞിട്ട് അതാണ് എന്ത് പറയുന്നത്? ഇൻവെൻറ്ററിങ് ഓഫ് പേഴ്സണൽ എന്ന് പറയുന്നത്. പിന്നെ ഹെൽപ്ഫുൾ ഇൻ റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ ആൻഡ് ട്രെയിനിങ്. ദ സൗണ്ട് പ്രൊസീജിയർ ഓഫ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ ക്യാൻ ബി ലേ ഡൗൺ ത്രൂ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് വഴി റിക്രൂട്ട്മെൻറ്റിനും സെലക്ഷനും ട്രെയിനിങ്ങും ഒക്കെ ഹെൽപ്ഫുള്ളാണ്. ഓക്കെ. ടു അവോയ്ഡ് ഇൻറ്ററപ്ഷൻ ഇൻ പ്രൊഡക്ഷൻ. ടു അവോയ്ഡ് ഇൻറ്ററപ്ഷൻ ഇൻ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഓവർ പ്രൊഡക്ഷനും ഇല്ല, അണ്ടർ പ്രൊഡക്ഷനും ഇല്ല, ഒരു മിനിമം ലെവൽ, ഒരു സ്റ്റാൻഡേർഡ് ലെവൽ, അതിനാണത്. മാൻ പവർ പ്ലാനിങ് ഹെൽപ്സ് ടു അച്ചീവ് ആൻഡ് ടു മെയിൻറ്റെയിൻ എ പെർട്ടിക്കുലർ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. ടു അസസ് ദി സർപ്ലസ് ഓർ ഷോർട്ടേജ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ടു മീറ്റ് ദ നീഡ്സ് ഓഫ് എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ പ്രോഗ്രാം. അതായത് ഡൈവേഴ്സിഫിക്കേഷൻ പ്രോഗ്രാമുകളും എക്സ്പാൻഷൻസും ഒക്കെ എൻ്റെ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ ഒരു ബേസിലാട്ടോ ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഐ ഡോണ്ട് നോ, എന്തെങ്കിലും നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. എനിവേ നമുക്ക് നോക്കാം. ഇനി ടൈപ്സ് ഓഫ് മാൻ പവർ പ്ലാനിങ്. ടൈപ്സ് ഓഫ് മാൻ പവർ പ്ലാനിങ് 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ്ങും
അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ലോങ് ടേം മാൻ പവർ പ്ലാനിങ്ങും. അത് നമുക്ക് ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ് എന്താണെന്ന് നോക്കാം. ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ് കവേഴ്സ് എ പീരിയഡ് ഓഫ് 1 to 2 years. It is concerned with the process of adjusting the existing number of employees with their present jobs. അതായത് ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ് കവർ ചെയ്യുന്നത് 1 അല്ലെങ്കിൽ 2 വർഷം അല്ലെങ്കിൽ 1 മുതൽ 2 വരെ ഉള്ള വർഷത്തിലുള്ള അത് കവർ ചെയ്യുന്നതാണ് എന്ത് പറയുന്നത് ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ് അത് പറയുന്നത്. പിന്നെ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് പ്രോസസ് ഓഫ് അഡ്ജസ്റ്റിംഗ് അതായത് അവിടെ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെയുള്ള വർക്ക്സ് കംപ്ലീറ്റ് ചെയ്യുക. അതിനാണ് എന്ത് പറയുന്നത് ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ റിക്രൂട്ട്മെൻറ്റോ അല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ്സോ ഒന്നും നടക്കുന്നില്ല. ഓൾറെഡി അവിടെ ഉള്ള ഒരു 10 എംപ്ലോയീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 10 എംപ്ലോയീസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അവിടെ ഇങ്ങനെ ഇതാക്കിയിട്ട് അവിടെ ഉള്ള ജോബ്സ് കംപ്ലീറ്റ് ചെയ്യുക. അതിനാണ് അത് പറയുന്നത്. അപ്പോൾ അത് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് കൂടുതലുള്ള ഒരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ ഈ ലീഗലായിട്ടുള്ള ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇത്ര വർഷം കൂടുമ്പോഴേ റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും നടത്താൻ പാടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവൈലബിലിറ്റി ആൻഡ് എബിലിറ്റി ഓഫ് വർക്കേഴ്സ്. അത് കാരണം അവരെ നമുക്ക് ആവശ്യമുള്ള സ്കില്ലുള്ള എംപ്ലോയീസിനെ കിട്ടുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് കൊണ്ടാണ് എന്ത് ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ് നടക്കുന്നത്. ഇത് ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല, നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചാൽ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ലോങ് ടേം മാൻ പവർ പ്ലാനിങ്. ലോങ് ടേം മാൻ പവർ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ലോങ് ടേം മാൻ പവർ പ്ലാനിങ് കവർ ലോങ്ങർ പീരിയഡ് 50 years ഓഫ് മോർ. അതായത് 15 വർഷമോ അതിൽ കൂടുതലോ കവർ ചെയ്യുന്ന ഒരു കൂടുതൽ സമയമോ കവർ ചെയ്യുന്ന ഒരു ഇതിനെയാണ് എന്ത് പറയുന്നത് ലോങ് ടേം മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു പ്ലാനിങ് 15 വർഷം അതിൽ കൂടുതലോ കവർ ചെയ്യുന്ന പ്ലാനിങ്ങിനെ. For meeting manpower requirements of concern, management will get sufficient time to make adjustment of employees according to job specification. അപ്പോൾ മാനേജ്മെൻറ്റിന് എന്ത് കിട്ടുന്നുണ്ട്, സമയം കിട്ടുന്നുണ്ട്. 15 വർഷമില്ലേ അപ്പോൾ നമുക്ക് ജോബ് സ്പെസിഫിക്കേഷൻ വഴി ഏത് തരത്തിലുള്ള ആളുകളാണ് നമുക്ക് എംപ്ലോയീസ് ആയിട്ട് വേണ്ടത്, അവരുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, അങ്ങനെ മാനേജ്മെൻറ്റ് വിൽ ഗെറ്റ് സഫീഷ്യൻറ്റ് ടൈം ടു മേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എംപ്ലോയി അക്കോർഡിംഗ് ടു ജോബ് സ്പെസിഫിക്കേഷൻ വഴി അവർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു ജോബ് ചെയ്യുന്ന ആളുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിന് എന്ത് കിട്ടുന്നുണ്ട്, സമയം കിട്ടുന്നുണ്ട്. അതാണ് എന്ത് പറയുന്നത് ലോങ് ടേം മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്. നിങ്ങളൊന്നൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ എഴുതി വെക്കുക കേട്ടോ. ഞാൻ പിന്നെ റിപ്പീറ്റ് ആയിട്ട് പറയുന്നില്ല. ഇനി നെക്സ്റ്റ് നോക്കാം പ്രൊജക്ഷൻ ഓഫ് മാൻ പവർ റിക്വയർമെൻറ്റ്സ്. ഇനി ലോങ് ടേം മാൻ പവർ പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്പുകളാണിത്. ഫസ്റ്റ് വരുന്നതാണ് പ്രൊജക്ഷൻ ഓഫ് മാൻ പവർ റിക്വയർമെൻറ്റ്സ്. ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ ലോങ് ടേം മാൻ പവർ റിക്വയർമെൻറ്റ് ഈസ് ഡെവലപ്പ് ആൻഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അതായത് ലോങ് ടേം മാൻ പവർ പ്ലാനിങ്ങിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്താണ്, ഒരു ഓർഗനൈസേഷൻ ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫ്യൂച്ചർ മാൻ പവർ റിക്വയർമെൻറ്റ്സ് ക്യാൻ ബി പ്രെഡിക്റ്റഡ്. അതായത് നമുക്ക് ഫ്യൂച്ചറിൽ എത്ര എണ്ണം എംപ്ലോയീസ് വേണ്ടി വരുന്നു പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണം ആ ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എന്ത് ചെയ്യേണ്ടത്, ഡെവലപ്പ് ചെയ്യേണ്ടത്. അതാണ് പ്രൊജക്ഷൻ ഓഫ് മാൻ പവർ റിക്വയർമെൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് സ്റ്റോക്ക് ടേക്കിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് പേഴ്സണൽ ഇൻ ദി ഓർഗനൈസേഷൻ. സ്റ്റോക്ക് ടേക്കിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് പേഴ്സണൽ ഇൻ ദി ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഫ്യൂച്ചർക്കുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എത്ര എണ്ണം ആളുകൾ വേണ്ടി വരും നമ്മൾ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്ത് വെക്കണം. അതിന് ശേഷം നമ്മുടെ ഓർഗനൈസേഷനിൽ എക്സിസ്റ്റിംഗ് എത്ര എംപ്ലോയീസ് ഉണ്ട്, അവർക്ക് എന്ത് ട്രെയിനിങ് കൊടുത്താലാണ് അവരെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുക. അതാണ് സ്റ്റോക്ക് ടേക്കിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് പേഴ്സണൽ ഇൻ ദി ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആഫ്റ്റർ അസസിംഗ് ദ ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ടേക്ക് സ്റ്റോക്ക് ഓഫ് ദി എക്സിസ്റ്റിംഗ് പേഴ്സണൽ അവൈലബിൾ ഇൻ ദി എൻ്റർപ്രൈസസ് ആൻഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് എക്സ്റ്റെൻറ്റ് ദേ ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സ്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഇതിൽ പറഞ്ഞുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്താൽ മതി, അപ്പോൾ മനസ്സിലാവും കേട്ടോ. പിന്നെ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ നെക്സ്റ്റ് സ്റ്റെപ്പാണ്. റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ ആഫ്റ്റർ അസസിംഗ് ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് സ്റ്റോക്ക് ടേക്കിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് പേഴ്സണൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. അതായത് നമ്മൾ പറഞ്ഞു ഫ്യൂച്ചർക്കുള്ളത് ആദ്യം നമ്മൾ പ്രിഡിക്റ്റ് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ കയ്യിൽ എത്ര എംപ്ലോയീസ് ഉണ്ട്, അവർക്ക് എന്ത് കൊടുത്താലാണ് അല്ലെങ്കിൽ അവരിൽ എന്ത് വർദ്ധിപ്പിച്ചാലാണ് അവരെ നമ്മൾ ഫ്യൂച്ചർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുക, അതും നമ്മൾ പറഞ്ഞു. അതിന് ശേഷം നമ്മൾ പറഞ്ഞാണിത് നെക്സ്റ്റ് സ്റ്റെപ്പാണ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. റിക്രൂട്ട് ചെയ്യുക, എന്നിട്ട് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുക. ഓക്കെ, ലോങ് ടേം മാൻ പവർ പ്ലാനിങ് എസ്റ്റാബ്ലിഷ് ദ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ ത്രൂ സയൻറ്റിഫിക് മെത്തേഡ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് മാൻ പവർ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്ലാനിങ്. മാൻ പവർ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണൽ ത്രൂ ട്രെയിനിങ് ഷുഡ് ബി ഡൺ വിൽ എക്സ്പെക്റ്റഡ് വാക്കൻസീസ്. അതായത് അവർക്ക് നമ്മൾ ട്രെയിനിങ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് അവരുടെ സ്കില്ല് അതുപോലെ തന്നെ
നോളജൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ വേക്കൻസീസ് അങ്ങ് ഫില്ല് ചെയ്യുക. അതാണ് മാൻ പവർ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് പറയുന്നത് പ്രോസസ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് പറഞ്ഞു, ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, അതിൻ്റെ സ്റ്റെപ്പ് പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് പ്രോസസ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്. അതിനൊരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പറയുന്ന പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ഇൻവെൻറ്ററി. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഈസ് ഡൺ മെയിൻലി ടു അവോയ്ഡ് ഓവർ സ്റ്റാഫിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്തിനാണ് മെയിനായിട്ട് നടത്തുന്നത്? ഓവർ സ്റ്റാഫിങ്. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ വെറുതെ ആവശ്യമില്ലാണ്ട് എംപ്ലോയീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടുമാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് മെയിനായിട്ട് നടത്തുന്നത്. അതാണ് പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ഇൻവെൻറ്ററി എന്ന് പറഞ്ഞ പോയിന്റിൽ എഴുതുക. അത് നിങ്ങൾ പോയിന്റ് കാണാണ്ട് പഠിക്കുക. ഉള്ളിലുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതിയാൽ മതി. ഇതായിട്ടല്ല, എല്ലതും അങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്സിലൊക്കെ അങ്ങനെ ചെയ്താൽ മതി. പോയിന്റ് മാത്രം കാണാണ്ട് പഠിക്കുക, ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതിയാൽ മതി. നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതുക എന്ന് പറയുമ്പോൾ ഈ കണ്ടൻറ്റ് ഇതായിരിക്കണം, പക്ഷേ ഉള്ളിലുള്ളത് നിങ്ങളുടെ ഒരു ഇതിൽ കാണാണ്ട് പഠിച്ചിട്ട് എഴുതി അവിടെ എത്തി ഒന്നും കിട്ടത്തില്ല. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്ന കുട്ടികൾ. നെക്സ്റ്റ് പറയുന്നതാണ് ഫോർകാസ്റ്റിംഗ് മാൻ പവർ നീഡ്സ്. ഹ്യൂമൻ റിസോഴ്സ് റിക്വയർമെൻറ്റ്സ് ആർ ഫോർകാസ്റ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് പ്രൊഡക്ഷൻ, സെയിൽസ്, ബഡ്ജറ്റ്, വർക്ക് ലോഡ് അനാലിസിസ്, ലേബർ ടേൺ ഓവർ, ആബ്സെൻറ്റീസം. ഫോർകാസ്റ്റിംഗ് മാൻ പവർ നീഡ്സ് എന്ന് പറയുമ്പോൾ മുൻകൂട്ടി കാണാം. അവിടെ നമുക്ക് എത്ര എംപ്ലോയീസ് വേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ ആവശ്യകതകൾ എത്ര, അതാണ് ഫോർകാസ്റ്റിംഗ് മാൻ പവർ നീഡ്സ് എന്ന് പറയുമ്പോൾ. ഹ്യൂമൻ റിസോഴ്സ് റിക്വയർമെൻറ്റ്സ് ആർ ഫോർകാസ്റ്റ്, അതായത് എംപ്ലോയീസിൻ്റെ എണ്ണം നമ്മൾ മുൻകൂട്ടി കാണണം. ഇത്ര എംപ്ലോയീസ് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വേണ്ടി വരും. അത് നമ്മൾ എന്തിൻ്റെ ബേസിൽ കണക്കാക്കുന്നത്? പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ സെയിൽസ്, ബഡ്ജറ്റ്, വർക്ക് ലോഡ് അനാലിസിസ്, ലേബർ ടേൺ ഓവർ, ആബ്സെൻറ്റീസം, ട്രാൻസ്ഫർ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്താക്കുന്നത്? ഫോർകാസ്റ്റ് ചെയ്യുന്ന മാൻ പവർ നീഡ്സിങ് ഫ്യൂച്ചർക്ക് വേണ്ടിയിട്ട്. അതാണ് അത് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ചാർട്ട്സ്. പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ചാർട്ട് എന്ന് പറയുമ്പോൾ the planners prepare different types of chart to project manpower requirement. അതായത് പ്ലാനേഴ്സ്, അതായത് മാൻ പവർ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് കണ്ടക്ട് ചെയ്യുന്ന പ്ലാനേഴ്സ് ഉണ്ടാവുമല്ലോ, അവർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാർട്ട് പ്രിപ്പയർ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? മാൻ പവർ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട്. എത്ര എംപ്ലോയീസ് വേണം, അവർക്ക് എത്ര സ്കില്ലുണ്ടായിരിക്കണം, അവരെ എത്ര എണ്ണമാണ് വേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ ചാർട്ട്സ് പ്രിപ്പയർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പറയുന്നതാണ് പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ പ്ലാൻ. പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ പ്ലാൻ എന്ന് പറയുമ്പോൾ ആ പ്ലാന് 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് ഷോർട്ട് ടേം പ്ലാൻ ഉണ്ട്, അതുപോലെ തന്നെ ലോങ് ടേം പ്ലാനും ഉണ്ട് കേട്ടോ. ഫസ്റ്റ് വരുന്നതാണ് ദ മാൻ പവർ പ്ലാൻ മസ്റ്റ് പ്രിപ്പയർഡ് ഫോർ എ ഷോർട്ട് പീരിയഡ് ഫോർ ലോങ് പീരിയഡ്. ഷോർട്ട് പീരിയഡിക്കോ അല്ലെങ്കിൽ ലോങ് പീരിയഡിക്കോ ആയിരിക്കാം പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ദ ഷോർട്ട് റേഞ്ച് പ്ലാൻസ് ടേക്ക് കെയർ ഓഫ് ഇമ്മീഡിയറ്റ് റിക്വയർമെൻറ്റ്സ് ആൻഡ് സപ്ലൈ ഓഫ് മാൻ പവർ ആൻഡ് എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് സ്കീംസ്. അതായത് ഷോർട്ട് റേഞ്ച് പ്ലാനുകൾ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ്, അതായത് പെട്ടെന്ന് നമുക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവരുടെ എംപ്ലോയീസിന് മേ ബി നമുക്കപ്പോൾ സപ്ലൈ നമുക്ക് ആവശ്യം ഉണ്ടായിരിക്കും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഷോർട്ട് ടേം പ്ലാനുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, അവരുടെ ഡെവലപ്മെൻറ്റ് സ്കീംസ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ദ ഷോർട്ട് റേഞ്ച് പ്ലാൻസ് കെയർ ഓഫ് ഇമ്മീഡിയറ്റ് റിക്വയർമെൻറ്റ്സ് ആൻഡ് ദി സപ്ലൈ ഓഫ് മാൻ പവർ ആൻഡ് ദി എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് സ്കീംസ്. ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഓൺ ദി അതർ ഹാൻഡ്സ് ദ ലോങ് റേഞ്ച് പ്ലാൻസ് ആർ പ്രിപ്പയർഡ് ഓൺ ദി ബേസിസ് ഓഫ് എക്സ്പെക്റ്റഡ് ചേഞ്ച് ഇൻ ഇൻകോർപ്പറേറ്റ് സ്ട്രക്ചർ, ബിസിനസ്, എൻവയോൺമെൻറ്റ്, പേഴ്സണൽ പോളിസീസ്. അതല്ല, ലോങ് റേഞ്ച് പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ അത് എന്തിൻ്റെ ബേസിലായിരിക്കും? നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒരു സ്ട്രക്ചർ, ബിസിനസ്സിൻ്റെ ഒരു എൻവയോൺമെൻറ്റ്, പേഴ്സണൽ പോളിസീസ്, അങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻ്റെ നമ്മളെ ഫ്യൂച്ചറിലേക്കുള്ള സകല കാര്യങ്ങളും നോക്കിക്കൊണ്ടായിരിക്കും ലോങ് റേഞ്ച് പ്ലാനുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ദിസ് ഇൻക്ലൂഡ് സ്റ്റെപ്സ് ലൈക്ക് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, പെർഫോമൻസ് അപ്രൈസൽ, ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ. അതായത് ഈ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം ഇൻക്ലൂഡാണ് എന്തൊക്കെയാണ്? റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, ഈ പറഞ്ഞ സകല പരിപാടികൾ. അതായത് ഒരു എംപ്ലോയർക്ക് ഇപ്പോൾ നമ്മൾ റിക്രൂട്ട് ചെയ്തു, എന്നിട്ട് അവരെ ഇൻ്റർവ്യൂ ടെസ്റ്റൊക്കെ ചെയ്ത് അവരെ സെലക്ട് ചെയ്തപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് മുതൽ ആ എംപ്ലോയി കാലാകാലം, അതായത് അവരുടെ ലൈഫ് ലോങ് വരെ നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാലം വരെ അവരുടെ അവരുടെ റിട്ടയർമെൻറ്റ് ടൈം വരെയുള്ള കംപ്ലീറ്റ് പ്രോഗ്രാമിനെയാണ് എന്ത് പറയുന്നത്? എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതാണ് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, പെർഫോമൻസ് അപ്രൈസൽ, ട്രാൻസ്ഫർ, പ്രൊമോഷൻ, റിട്ടയർമെൻറ്റ്, സകല പരിപാടികളും വരുന്നതിനെയാണ് എന്താ പറയുക? എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. ഞാൻ പിന്നെ ആ ചാപ്റ്റർ, ആ ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ
മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനത്തെ രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു. എല്ലാ പിള്ളേർക്കും മനസ്സിലാവുന്ന രീതിയിൽ, ലൈക്ക് ഇംഗ്ലീഷ് മാത്രമല്ല മലയാളവും ഞാൻ ആഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് മാക്സിമം. എനിവേ, എന്തെങ്കിലും നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുക കേട്ടോ. ഐ വിൽ ട്രൈ മൈ മാക്സിമം. ഞാൻ നോക്കാം, എന്തെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ശ്രമിക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, കാരണം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എനിക്ക് മോട്ടിവേഷനായി വീഡിയോ ചെയ്യാനൊക്കെ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ കാണണം. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്യുക. ഐ വിൽ ട്രൈ. അതെങ്ങനെ നികത്താനാണെങ്കിലും ലൈക്ക് മോർ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനൊക്കെ ഞാൻ നോക്കാം. എനിവേ, താങ്ക് യു.